UAE-യിലെ അജ്മാനിൽ കിടപ്പാടവും ഭക്ഷണവുമില്ലാതെ 26 മലയാളികൾ ദുരിതത്തിൽ കഴിയുന്ന വാർത്ത കഴിഞ്ഞ മാസം അവസാനം മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 1,20,000 രൂപ വീതം വാങ്ങിയാണ് ഇവരെ ഇടനിലക്കാർ UAE-യിലെത്തിച്ചത്. തൊഴിലാളികൾ പട്ടിണിയിലായതോടെ വികാസ് കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുകയായിരുന്നു. വികാസ് കൾച്ചറൽ സെന്റർ ഭാരവാഹികളായ വിനോദ് കുമാർ, സുരേഷ് ചന്ദ്രൻ, ഹരികൃഷ്ണൻ, അശോക് കുമാർ, മുരളീധരൻ, രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് ഭക്ഷ്യസാധനങ്ങളും അവശ്യ വസ്തുക്കളും തൊഴിലാളികൾക്ക് എത്തിച്ചത്. വരും ദിവസം കൂടുതൽ ഭക്ഷണ സാധനം എത്തിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അതേസമയം തൊഴിലാളികളെ നാട്ടിലെത്തിക്കാനോ പണം തിരിച്ചു നൽകാനോ ജോലി ഏർപ്പെടുത്തി കൊടുക്കാനോ ഇടനിലക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. കൊല്ലം പുനലൂർ സ്വദേശി റാബിയയും ഇടമൺ സ്വദേശി ആസാദുമാണ് പണം വാങ്ങിയതെന്നാണ് തൊഴിലാളികൾ വ്യക്തമാക്കിയത്. വിസ കാലാവധി തീർന്ന തൊഴിലാളികൾ മാസങ്ങളായി അനധികൃത താമസക്കാരാണ്. പ്രവാസി സംഘടനകളും സർക്കാരും ഇടപെട്ട് നാട്ടിലെത്തിക്കണമെന്നാണ് തൊഴിലാളികളുടെ അപേക്ഷ. മാതൃഭൂമി ന്യൂസ്, അജ്മാൻ.